നിങ്ങൾ വർക്ക് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ കൃത്യമായിട്ട് അതിന്റെ ഡോസ് ആൻഡ് വിൻഡോസിന്റെ ഡീറ്റെയിലിംഗ് എത്ര സൈസുള്ള വിൻഡോ ആണ്, അതേപോലെ തന്നെ എത്ര ലോഡ് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുക. ഇത് പറയാനുള്ള റീസൺ പലപ്പോഴും കാണാറുണ്ട്, ഒരു ചെറിയ ഒറ്റ ബ്രിക്കിലൊക്കെ ഈ സ്ട്രക്ചറിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ലോഡ് നിൽക്കുന്നത്. അതൊരു സേഫ് പ്രാക്ടീസ് അല്ല. അപ്പം അത്തരത്തിൽ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വലിയ വിൻഡോസിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പില്ലേഴ്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പില്ലർ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. ഇത് പലപ്പോഴും കാണാറുള്ളത് പകുതി സ്റ്റേജ് എത്തിയിട്ടായിരിക്കും പിന്നെ അവിടെ ഒരു പില്ലർ ഇല്ലല്ലോ എന്നുള്ളൊരു സാഹചര്യം കാണാറുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അതേപോലെ തന്നെ കോർട്ട്യാർഡിൻ്റെ ഒക്കെ പില്ലേഴ്സ് ഉണ്ടെങ്കിൽ അവകൾ ചെയ്തു എന്നുള്ളതും അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യുക. ജനറലി രണ്ട് രീതിയിൽ നമ്മൾ ഡോസ് ആൻഡ് വിൻഡോസ് പ്ലേസ് ചെയ്യാറുണ്ട്. കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെച്ച് പോകാറുണ്ട്. അത്തരത്തിലാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ഡോർ ആൻഡ് വിൻഡോ റെഡി ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. പലപ്പോഴും ഡോർ ആൻഡ് വിൻഡോ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടും ഫസ്റ്റും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമുക്കിത് സൈറ്റിൽ സ്റ്റാക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ളത് മാത്രം ചെയ്യുക. ശേഷം ഫ്ലോറിലേക്ക് എത്തുന്ന സമയത്ത് അവിടേക്കുള്ള മെറ്റീരിയൽസ് സൈറ്റിലേക്ക് എത്തിച്ചാൽ മതി. ഈ ഡോർ ആൻഡ് വിൻഡോസ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ബെൽറ്റിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ഡാം പ്രൂഫിംഗ് അഥവാ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് ഉത്തമമാണ്. ബിറ്റുമിനസ് കോട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാം പ്രൂഫിംഗ് മെത്തേഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമങ്ങാടൻ.